അത് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് വയ്ക്കും ഓണായിട്ട് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് ആൻസർ പറയാന്ന് വെച്ചാൽ 100 രൂപ തരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാമനൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? അറിയോ? വാമനൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. പിന്നെ അടുത്തത്, മാവേലിയുടെ പിതാവിന്റെ പേരറിയോ? ഓണത്തിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പൂവ്, ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് അറിയോ? ക്വസ്റ്റ്യനോട് ഞാൻ ചോദിക്കാം. ഓണം കേറാമൂല എന്ന് പറയണ വേർഡിന്റെ അർത്ഥം അറിയോ? ഓണം കേറാമൂല കേട്ടിട്ടുണ്ടോ വേർഡ്? അല്ല, ആ വേർഡ് ഓണം കേറാമൂലയുടെ വേർഡിന്റെ അർത്ഥം അല്ലല്ല. 3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മാവേലി ശരിക്കുള്ള പേര് മാവേലിയുടെ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും? അല്ല. ഇനി വേറെ, വാമനൻ ആരുടെ അവതാരാന്നറിയോ? അത് കറക്റ്റാ. ഞാൻ അടുത്തത്, അത് എത്രാമത്തെ അവതാരം അറിയോ? ആർക്കെങ്കിലും അറിയോ? വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരം അറിയോ? എന്നാലും വല്ല നമ്പർ പറയും. 19. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓണം കേറാമൂല കേട്ടിട്ടില്ലേ? ഓണം കേറാമൂലാന്ന് അതിന്റെ അർത്ഥം അറിയോ? അത് ചെറിയൊരു ഒന്നും കൂടെ ആലോചിച്ചിട്ടില്ല. 3 ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ തരും. റെഡി അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാവേലിയുടെ ഒറിജിനൽ നെയിം അറിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാമനപുരം എവിടെയാണ് അറിയോ? അല്ല, വാമനപുരം കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേറ്റ് അറിയില്ല? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓണം കേറാമൂല എന്ന വേർഡിന്റെ അർത്ഥം അറിയോ? ഓണം കേറാമൂല കേട്ടിട്ടില്ല? അതെ.